തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. ലഹരി ഉപയോഗത്തെയും വിതരണത്തെയും ചെറുക്കുന്നതിനായി മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മിഷൻ ഡ്രഗ് ഫ്രീ സിറ്റി പദ്ധതിക്ക് തുടക്കം. 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പദ്ധതി നഗരസഭയിലെ മുഴുവൻ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത്. സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ ലഹരി ഉപയോഗത്തെയും വിതരണത്തെയും ചെറുക്കുന്നതിനായി മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മിഷൻ ഡ്രഗ് ഫ്രീ സിറ്റി എന്ന പേരിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വനിതാ ദിനത്തിൽ ഗ്രാൻഡ് സെന്റർ മാളുമായി സഹകരിച്ച് നടത്തിയ ആഘോഷ പരിപാടിയിലാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത്. നഗരസഭയിലെ മുഴുവൻ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു സന്ദേശം, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹം ഒന്നിച്ച് ഫൈറ്റ് ചെയ്യാനായി പ്രയാസപ്പെടുന്ന ഒരു വലിയ വെല്ലുവിളിക്കെതിരായിട്ടുള്ള ഒരു പോർമുഖം തുറക്കലുമായി ആ വനിതാ ദിനത്തെ മാറ്റിയത് ഏറ്റവും ആശയസമ്പുഷ്ടമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഈ ഡ്രഗ്സിൻ്റെ സ്വാധീനം, മയക്കുമരുന്നിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും സ്വാധീനം നമ്മൾ ആരും ചിന്തിക്കുന്നതിലപ്പുറം വ്യാപകമായി ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ വേരിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി അമ്മമാരുടെ, സ്ത്രീകളുടെ, സഹോദരിമാരുടെ ഒരു വലിയ പ്രതിരോധം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഏതൊരു ഇൻ്റർവെൻഷനേക്കാളും ഇടപെടലിനേക്കാളും പ്രയോജനകരവും ഫലപ്രാപ്തിയുള്ളതുമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ ഡാർക്ക് കോർണറുകൾ കണ്ടെത്തി പോലീസ്, എക്സൈസ് പൊതുജന പങ്കാളിത്തത്തോടെ നശിപ്പിക്കും. സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഇതിന്റെ ഭാഗമാക്കാൻ പരിശീലനം നൽകും. ഇതിനായി ബജറ്റിൽ 5 ലക്ഷം രൂപ വകയിരുത്തി. ലഹരിമുക്തമായ ഒരു നഗരം സൃഷ്ടിക്കുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയും സമൂഹത്തിന്റെ ഭാവിയും കൂടുതൽ ഉറപ്പാക്കാനാകുമെന്ന സന്ദേശമാണ് പരിപാടി മുന്നോട്ട് വയ്ക്കുന്നത്. നഗരത്തെ ലഹരിമുക്തവും സുരക്ഷിതവുമായ നഗരമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. നമ്മളെപ്പോഴും സ്ത്രീ ശാക്തീകരണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ കടിച്ചു തൂങ്ങുമ്പോൾ ബാലൻസ് ചെയ്തിട്ടുള്ള സ്ത്രീ ശാക്തീകരണം സാധിക്കുന്നില്ല. ബാലൻസ് ചെയ്തിട്ടുള്ള സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ സ്വതസിദ്ധ ഭാവങ്ങളുണ്ട്. സ്നേഹം, മാതൃത്വം, കരുണ, വാത്സല്യം തുടങ്ങിയ സ്ത്രീത്വത്തിന്റെ സഹജമായിട്ടുള്ള ആ ഒരു മേഖല കൂടി ഒരു കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വേണം മറുകയിൽ നമ്മളായിരിക്കുന്ന മേഖലകളിലേക്ക് മുന്നേറ്റം വരച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട്. കാരണം ഒരു സ്ത്രീയെ എഡ്യൂക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ മുഴുവൻ വിദ്യാസമ്പന്നരാക്കുവാൻ സാധിക്കുമെന്ന് പറയപ്പെടുമ്പോൾ ഒരു സ്ത്രീ നന്മയുടെ വഴിയെ നടന്നു കഴിയുമ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ നന്മയിലേക്ക് നയിക്കുവാനായിട്ട് ഒരു സ്ത്രീക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നഗരസഭ ഇത്തവണ വെറുതെ ഒരു വനിതാ ദിനാഘോഷം വേണ്ട, മറിച്ച് പ്രത്യേകിച്ച് ഒരു മിഷനോടുകൂടി ആയിരിക്കണം എന്നുള്ള തീരുമാനമെടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അസം ബേഗം, ഷഹന മാഹിൻ, രജിത പി, പ്രോഗ്രാം കോർഡിനേറ്റർ ഷിത റാണി തോമസ്, കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. വിവിധ സംഘടനാ ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതസേനാംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി വിവിധ സംഘടനാ ഭാരവാഹികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതസേനാംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലകളിലുള്ള സ്ത്രീകൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത് കച്ചേരിത്താഴം പാലത്തിൽ മൺചിരാത് തെളിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.